യെസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹൗ യു ആൾ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ഇവിടെ UAE ആക്കണം അല്ലെങ്കിൽ ഡെലിവറി ഇവിടെ UAE ആക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് ഡൗട്ട് ഉണ്ടാവും. എത്ര വരും ടോട്ടൽ എമൗണ്ട്, അതുപോലെ ഇൻഷുറൻസ് എങ്ങനെയാണ് എടുക്കുക, അതുപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങൾ ഡെലിവറിക്ക് പോകുമ്പോൾ കൊണ്ടുവേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, എനിക്കറിയുന്ന കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിനാണ് ഈ ലാപ്ടോപ്പും കൊണ്ട് ഞാൻ ഇരിക്കുന്നത്. കാരണം ഞാൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് തൊട്ട് ഇവിടെ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണല്ലോ. അപ്പോൾ എന്തായാലും നാട്ടിൽ പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഡെലിവറി വരുന്നത് ഈ മന്ത് ആയതുകൊണ്ട് ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് വരുന്നത്. ഇനിയിപ്പോൾ എയർപ്ലെയിനിൽ പോകാനും പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ള സാഹചര്യം ആയതുകൊണ്ട് എന്തായാലും ഡെലിവറി ഇവിടെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പാക്കേജസ് വേണമെങ്കിൽ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ എടുക്കാം. ഇപ്പോൾ ഇൻഷുറൻസ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻഷുറൻസിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കയറാൻ പറ്റും. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അതിന് 4,000 ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ തന്നെ അത് പുതുക്കേണ്ടി വന്നത് കൊണ്ടിട്ട് നമ്മൾ അതിൻ്റെ ഇരട്ടി, ഏകദേശം ഒരു 8,000 അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളിങ്ങനെ ഹോസ്പിറ്റലുകാരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാനിവിടെ ആസ്ട്രോ കിസൈസിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുവരെ പക്ഷേ അങ്ങനെയല്ല, അതായത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ ക്ലിനിക്കിൽ നമുക്ക് ജസ്റ്റ് കാണിച്ചാൽ മതിയാവും ഇപ്പോൾ. അപ്പോൾ അങ്ങനെ എല്ലാ വിസിറ്റും ക്ലിനിക്കിൽ ചെയ്തിട്ട് ലാസ്റ്റത്തെ ഡെലിവറി മാത്രം നമ്മൾ ആസ്ട്രോ കിസൈസിലേക്ക് പോകും. കാരണം ഹോസ്പിറ്റലാകുമ്പോഴത്തേക്ക് എന്തായാലും ട്രാവലിങ്ങും അതുപോലെ അവിടെ വെയിറ്റിംഗ് ടൈമും ഒക്കെ കൂടുതലായിരിക്കും. വർക്കിംഗ് വുമൻ എന്നുള്ള രീതിയിൽ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ക്ലിനിക്കിൽ പോകുന്നതാണ് കുറച്ചും കൂടി ആപ്റ്റ്. കാരണം തൊട്ടടുത്തല്ലേ, തന്നെ പോവാം, തന്നെ വരാം, തൊട്ടടുത്തായത് കൊണ്ടിട്ട് അങ്ങനെയുള്ള ഒരു ഇതുകൊണ്ടിട്ടാണ് നമ്മളിവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. എന്നിട്ട് ഡെലിവറിക്ക് ഹോസ്പിറ്റലിലേക്ക് മാറും കേട്ടോ. അപ്പം അവിടുന്ന് നമുക്ക് ആസ്ട്രോ കിസൈസിൽ നിന്ന് നമുക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ആ സാധനങ്ങളുടെ ലിസ്റ്റ് ഞാനൊന്ന് വായിക്കാം കേട്ടോ. ഫസ്റ്റത്തെ ഡെലിവറി എനിക്ക് നാട്ടിലായതുകൊണ്ട് തന്നെ ഇത്ര അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. പിന്നെ നാട്ടിലെ നമുക്കറിയാലോ, നമ്മൾ ജസ്റ്റ് മുണ്ടൊക്കെ വാഷ് ചെയ്തെടുക്കും, അതെല്ലാം കീറി പീസസ് ആക്കി വെക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ കൂടുതൽ നമ്മൾ ചെയ്ത് വെക്കുക. ഇവിടെ അതൊന്നും പറ്റത്തില്ലാത്തത് കൊണ്ടിട്ട് നമുക്ക് വാങ്ങിക്കേണ്ട ഒരു ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് വോട്ട് ടു പാക്ക് ഫോർ ലേബർ ഡെലിവറി. ഇതിൻ്റെ അകത്ത് പിങ്ക് കളറിലുണ്ട്, അതുപോലെ സം ആർ ഇൻ ബ്ലൂ കളർ. കണ്ടോ, ഡോട്ട്സ് കണ്ടോ? ബാഗ് ടു ക്യാരി ടു ദ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹാവ് ദ ബാഗ് പാക്ഡ് ആൻഡ് റെഡി ബൈ 34th വീക്ക് ഓഫ് പ്രഗ്നൻസി. 34 ആഴ്ചയാകുമ്പോഴേക്കും എല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ടാവണം. ഇതിൽ പിങ്ക് കാണിച്ചേക്കുന്നത് മാൻഡേറ്ററി ഐറ്റംസും അതുപോലെ തന്നെ ബ്ലൂ കാണിച്ചേക്കുന്നത് ഓപ്ഷണൽ ഐറ്റംസും ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അത് തന്നെ നോക്കാം. നമുക്ക് പിങ്ക് മാൻഡേറ്ററി ഐറ്റംസ് ഫസ്റ്റ് നോക്കാം. മാൻഡേറ്ററി ഐറ്റംസിൽ ഓൾ റിക്വയർഡ് ഡോക്യുമെൻറ്റ് ആസ് മെൻഷൻഡ് ഇൻസൈഡ്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് ലാസ്റ്റ് കാണിക്കാം. പിന്നെ ലിപ് ബാം, ഹെയർ ടൈ, കോംബ്, ചാർജർ എക്സെട്ര. പിന്നെ വേണ്ടത് മസാജ് ഓയിൽ ഓർ ലോഷൻ. ഇത് മസ്റ്റാണ്. ഇത് മദറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം കുട്ടിക്കുള്ള മസാജ് ഓയിലുണ്ട്, അതുപോലെ തന്നെ മദറിന് വേണ്ടിയിട്ടും മസാജ് ഓയിൽ നമ്മൾ എടുക്കണം. ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ബാഗ് ഫോർ ക്യാരിയിങ് ഡേർട്ടി ലോണ്ട്രി. എ ചേഞ്ച് ഓഫ് ക്ലോത്ത്സ് ദാറ്റ് യു വുഡ് വാണ്ട് ടു ലീവ് ദ ഹോസ്പിറ്റൽ ഇൻ. അത് വേണം, അത് നമ്മൾ പോകുമ്പോഴത്തേക്കും ഇടാനുള്ള ഡ്രസ്സ്. പിന്നെ പിന്നെ ബേബി ക്ലോത്ത്സ് വേണം, ബേബി സ്വാഡിൽ, ബർപ്പിംഗ് ക്ലോത്ത്, ബേബി ബ്ലാങ്കറ്റ്, ഡയപ്പേഴ്സ് ആൻഡ് വെറ്റ് വൈപ്സ് ആണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എന്ന് പറയുന്ന മാൻഡേറ്ററി ഐറ്റം. പിന്നെ വരുന്നത് ഇനി ഓപ്ഷണൽ ഐറ്റംസ് ഉണ്ട്. ഇത് സോക്സ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ്, ടോയ്ലറ്ററീസ്, നഴ്സിംഗ് ബ്ര ആൻഡ് ബ്രസ്റ്റ് പാഡ്സ്, സാനിറ്ററി നാപ്കിൻസ്, സ്റ്റെം സെൽ ബാങ്കിങ് കിറ്റ്. അതുപോലെ തന്നെ സ്റ്റെം സെൽ ബാങ്കിങ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കിറ്റാണ് കേട്ടോ. അല്ലെങ്കിൽ ഷർട്ട് വിത്ത് ബട്ടൺസ് ഇൻ ദ ഫ്രണ്ട് മേക്സ് ഫീഡിങ് ദ ബേബി ഈസിയർ. പിന്നെ വേണ്ടത് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് ക്യാരി ചെയ്യുന്നതിൽ ഓപ്ഷണൽ ഐറ്റംസ് ആയിട്ട് വേണ്ടത് ബേബി കെയർ പ്രൊഡക്ട്സ് സച്ച് ആസ് ഓയിൽ, ഷാംപൂ എക്സെട്ര, സാനിറ്റൈസ്ഡ് ബോട്ടിൽസ് ആൻഡ് മിൽക്ക് സ്റ്റോറേജ് ബാഗ്സ്, ബ്രസ്റ്റ് പമ്പ്സ്, ദെൻ ബേബി ബാസ്ക്കറ്റ്, ബാസ്നെറ്റ്, ഫീഡിംഗ് പില്ലോ,
ഇങ്ങനെയുള്ളത്. ബേബി ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കുഞ്ഞുണ്ടായി കഴിയുമ്പോഴേക്കും ഒരു ബാസ്ക്കറ്റിൽ ഇങ്ങനെ ഇട്ടിട്ടല്ലേ പോവുക, അതായത് കാറിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതിനാണ് ബേബി ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ബാസിനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ഇതിൽ വാങ്ങിച്ചു എന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി അത്യാവശ്യം ഒരു എമൗണ്ട് വരുന്നുണ്ട്. എന്തായാലും നാട്ടിൽ വച്ച് നോക്കുമ്പോൾ എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ ഇതെല്ലാം കൂടി വാങ്ങുമ്പോൾ തന്നെ ആവശ്യമുണ്ട്. ഇതിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വാങ്ങിയാലും മതി കേട്ടോ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലുള്ളൂ. കാരണം നമുക്ക് ഇവിടെ അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആർ റിക്വയർഡ് ഫോർ അഡ്മിഷൻ. അതിന് വേണ്ടത് മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് എമിറേറ്റ്സ് ഐ ഡി വേണം, മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് പാസ്പോർട്ട് വേണം, ഇൻഷുറൻസ് കാർഡ് ഓർ ഫുൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ഇൻ കേസ് ഓഫ് ക്യാഷ് പാക്കേജ് ആണെങ്കിൽ ഫുള്ള് നമ്മൾ പേ ചെയ്യണം ആദ്യം തന്നെ. അറ്റസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് വേണം, അത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് അംഗീകരിച്ചിട്ടുള്ളത് വേണം. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ഫോർ ദ ബർത്ത് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ, അതിന് കൊടുക്കാൻ വേണ്ടി കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് പേരൻസിൻ്റെ പാസ്പോർട്ട്സ് വേണം, അറ്റസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ്, ബോത്ത് പേരൻസ് എമിറേറ്റ്സ് ഐ ഡി, ബർത്ത് നോട്ടിഫിക്കേഷൻ ഫ്രം ഹോസ്പിറ്റാലിറ്റി. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിതിന് ആവശ്യമുണ്ട്. ഇതാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ഇനി ബാഗ് പാക്കിങ്ങിലേക്ക് പോവാം. ആക്ച്വലി ഫസ്റ്റ് ഞാൻ ഇത്ര അധികം ബാഗ് പാക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പാക്ക് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വലിയൊരു ബാഗിൻ്റെ ആവശ്യമുണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ സാധനങ്ങളും ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ എനിക്ക് അത്ര ഉറപ്പില്ല ഈ എല്ലാ സാധനങ്ങളും ആവശ്യം വരുമോ ഇല്ലേ എന്നുള്ളത്. അതിനിപ്പോൾ ഡെലിവറി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതെല്ലാം ആവശ്യമുണ്ടോ. അവർ എഴുതിയേക്കുന്ന ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഡെലിവറിക്ക് കൊണ്ടുപോകാനും അല്ലാതെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള സാധനങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷേ അതിന് ശേഷം ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറയുന്നത് ഇങ്ങനെ ഡെയിലി നമ്മൾ മോർണിംഗും ഈവനിങ്ങും കുട്ടിയെ കുളിപ്പിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഒരുമിച്ചാക്കിയിട്ട്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ബൈസ്റ്റാൻഡറായിട്ട് ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, വേറെ ആരും നാട്ടിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടായിരിക്കും എടുത്ത് കൊടുക്കാനൊക്കെ. ഹസ്ബൻഡിന് എല്ലാത്തിൻ്റെയും പേരറിയണം എന്നില്ലല്ലോ ഐറ്റംസിൻ്റെ. അപ്പോൾ പിന്നെ ആ ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ മറന്നു പോകാനും ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒന്ന് മാറ്റി വെക്കണമെന്നും കൂടിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് സെറ്റാക്കി വെക്കുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇത് കാണിച്ചു തരാം ഞാൻ എങ്ങനെ ഇപ്പോൾ അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന്. ഇന്ന് റീഅറേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഡെയിലി വൈസൽസിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റംസ്. ഇതിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ക്ലോത്ത്സ്. ഇത് മറ്റേ ബർപ്പിംഗ് ക്ലോത്ത് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുട്ടി ഒമിറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലോത്ത്സ് യൂസ് ചെയ്യാം. ഇതിപ്പോൾ നെസ്റ്റോയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. നെസ്റ്റോയിൽ ഓഫർ ഉണ്ടായിരുന്നു ഇതിന്, അത്യാവശ്യം നല്ല ഓഫറൊക്കെ വരുന്നുണ്ട്. 12 പീസസ് ആണ്. അപ്പോൾ എല്ലാം വാഷ് ചെയ്തിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. ഉണ്ടോ, ബ്ലൂം വൈറ്റും ആയിരുന്നു എടുത്തത്. ഓക്കെ, ഈ ഒരു ക്ലോത്ത്സ് ഉണ്ട്. ഞാൻ എല്ലാം പുറത്തേക്ക് ഇടുകയാണ്, കാരണം റീഅറേഞ്ച് ചെയ്ത് എന്തായാലും എടുത്ത് വെക്കേണ്ടതാണെന്ന്. ഈ കുഞ്ഞിൻ്റെ കുട്ടി ആയിട്ടുള്ള തൊപ്പി നമുക്ക് ആവശ്യമുണ്ട്. ഇതുപോലത്തെ 2 തൊപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ സോക്സസ് ഉണ്ടോ, സോക്സ് ഉണ്ട് ക്യൂട്ടായിട്ടുള്ള. പിന്നെ വരുന്നത് കണ്ടോ, വേറൊരു സെറ്റ് സോക്സും ഉണ്ട്. പിന്നെ വരുന്നത് ഇതുപോലത്തെ ടർക്കിയാണ്, സ്വാഡിൽസ് ആണ് വരുന്നത്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ളത്. ഇത് ഷീനിന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ സ്പഞ്ചി ആയിട്ട് വരുന്ന, കണ്ടോ, ഇങ്ങനെ റാപ്പ് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇത് ഒരു സൈഡിലും കൂടി ഉണ്ട്. അപ്പോൾ അത് ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫുൾ കവറേജ് ആയിട്ടിരിക്കും. പിന്നെ തൊപ്പിയും അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഇടും, കാരണം ഇവിടെ എന്തായാലും AC ഉണ്ടാവുമല്ലോ അതുകൊണ്ടിട്ട്. പിന്നെ സ്വാഡിൽസ്, ഇതിൻ്റെ മറ്റേതെന്ന് വെച്ചാൽ ടർക്കി പോലത്തെ സ്വാഡിലായിരുന്നു. ഇത് വന്നിട്ട് ഫുള്ള് കവർ ചെയ്യുന്ന ടൈപ്പാണ്. കണ്ടോ, ഇത് തന്നെ ഫുൾ കവർ ചെയ്യും. പക്ഷേ ഇത് കോട്ടൺ ആയിട്ടുള്ള സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ടർക്കിയുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഉള്ളതാണ് കേട്ടോ.
ഇതിങ്ങനെ കവർ ചെയ്ത് വയ്ക്കും. ഇതിൽ ഹെഡ് കവറിങ് ഇല്ല, അപ്പോൾ ഇതിന് എന്തായാലും ക്യാപ്പ് വേണ്ടി വരും. പിന്നെ ബർപ്പിംഗ് ക്ലോത്ത് ആണ്. ഇതൊരു നല്ലൊരു കോട്ടൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. ഇത് ബർപ്പിംഗ് ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങാനായിട്ട് കിട്ടുക. ഇത് കുഞ്ഞിൻ്റെ ഇപ്പോൾ പുറത്തൊക്കെ ഇട്ട് തട്ടുന്ന സമയത്ത്, അതുപോലെ വോമിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇതിങ്ങനെ തോളത്തിട്ടിട്ട് കുട്ടി ഇങ്ങനെ ബർപ്പ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ്. നല്ല കോട്ടനാണ് കേട്ടോ അത് വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ മറ്റൊരു ഡ്രസ്സാണ്. ഇതിൻ്റെ ഹെഡ് പോർഷൻ കവേർഡ് അല്ല, ബാക്കി ഫുള്ള് കവറായിട്ടിരിക്കും. പിന്നെ നല്ലൊരു ടർക്കി ആവശ്യമുണ്ട്. ടർക്കി ഇത് നെസ്റ്റോയിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തത്. നല്ല ലോങ് ആയിട്ടുള്ള ടർക്കിയാണ്. നല്ല ക്ലോത്താണ് വരുന്നത്, സ്പഞ്ചി ആയിട്ടുള്ള. പിന്നെ മറ്റൊരു ഇതുപോലെ കവർ ചെയ്യുന്നതന്നെ, പക്ഷേ ഹെഡ് പോർഷൻ കവേർഡ് അല്ല. ഇതിൻ്റെ എല്ലാം പിങ്ക് കളർ. പിന്നെ വരുന്നത് കുഞ്ഞിൻ്റെ ഡയപ്പേഴ്സാണ് വരുന്നത്. ഡയപ്പേഴ്സ് ഇതേപോലെ ഞാൻ കുറച്ചെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്, എല്ലാം ആവശ്യമില്ലല്ലോ. പിന്നെ ഫുള്ളായിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. കണ്ടോ, പാമ്പേഴ്സിൻ്റെ ചെറിയ ന്യൂ ബോണിൻ്റെ ആണ് നമ്മൾ വാങ്ങേണ്ടത്. ഇവിടെ എഴുതിയിട്ടുണ്ടാവും ന്യൂ ബോൺ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമുക്ക് വാങ്ങാനായിട്ട്. പിന്നെ എൻ്റെ മെറ്റേണിറ്റിയുടെ ഡ്രസ്സസാണ് വരുന്നത്. ഇതാണ് കേട്ടോ. ഇത് പറഞ്ഞാൽ ഷീനിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ള ക്ലോത്ത്. ബനിയൻ മെറ്റീരിയലാണ്. ഇതിങ്ങനെ ഫുൾ കവേർഡ് ആയിരിക്കും. നമുക്കിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ വരും. കണ്ടോ, ഉള്ളിലൊരു പോർഷനിൽ ഇതിങ്ങനെ വീണ്ടും കവേർഡാണ്. ഇത് കവറിങ് മാറ്റിയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റാം. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ഇടുന്ന സമയത്ത് നോർമൽ ഒരു ബ്യൂട്ടിഫുൾ ക്ലോത്ത് പോലെ തന്നെ ഇങ്ങനെ കിടക്കുകയും ചെയ്യും. അതൊരു എന്താ പറയുക, മെറ്റേണിറ്റി ക്ലോത്ത് ആണെന്നൊന്നും മനസ്സിലാവുന്നില്ല, ആ രീതിയിലുള്ളതാണ് കേട്ടോ ഇത്. പിന്നെ വരുന്നത് നെക്സ്റ്റ് വൺ, ദിസ് വൺ. ഇതൊരു കുറച്ചും കൂടി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കവറിങ് പോർഷനാണ്. അത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ത്തി കഴിയുമ്പോഴാണ് ഫീഡിങ് ചെയ്യാനുള്ള പോർഷൻ വരുന്നത്. ഇതും ഷീനിൽ നിന്ന് തന്നെയാണ്. എല്ലാ ഡ്രസ്സസും ഷീനിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ വീട്ടിലിടാനുള്ള എന്താ പറയുക, നൈറ്റി കാര്യങ്ങളൊക്കെ ഓൾറെഡി വാങ്ങിച്ചു. അത് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊരു നോർമൽ ഡ്രസ്സ് പോലെ തന്നെ വരും. ഇതും ഇങ്ങനെ കവറിങ് ആണ്. ഓപ്പൺ ചെയ്യുക, എന്നിട്ടിങ്ങനെ താഴത്തോട്ടാക്കുമ്പോൾ ഫീഡ് ചെയ്യാനുള്ള പോർഷനാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഐറ്റംസ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് സ്റ്റോർ ചെയ്യാനുള്ള ബാഗ്സ് വേണം. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് വേറെ സെറ്റ് തന്നെയുണ്ട്. ഇതല്ല കേട്ടോ. ഇത് വന്നിട്ട് ഡിസ്പോസിബിൾ ബ്രസ്റ്റ് പാർട്സ് ആണ്. ഇതുപോലത്തെ പാഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ബ്രസ്റ്റ് പാർട്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ കുട്ടി ഡ്രസ്സസൊക്കെയാണ് ഇതുപോലത്തെ. കണ്ടോ, കുഞ്ഞു ഡ്രസ്സസ് ക്യൂട്ടായിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഇതായിട്ട് ഓർഡർ ചെയ്തത്. കാരണം നാട്ടിലെ ഒരു ഇതനുസരിച്ചിട്ട് ഞാൻ ഇതുപോലത്തെ കെട്ടുടുപ്പൊക്കെ ഓർഡർ ചെയ്തു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇവിടെ AC ഉള്ളത് കൊണ്ടിട്ട് ഇതൊന്നും സമ്മതിക്കില്ല എന്നുള്ളത്. പിന്നെ നഴ്സിംഗ് ബ്രാസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നതുകൊണ്ട് കാണിക്കുന്നില്ല. പിന്നെ ഇതുപോലത്തെ നമുക്ക് ആവശ്യമായിട്ടുള്ള പാഡ്സ്. പിന്നെ നമുക്കുള്ള മസാജിങ് ഓയിലാണ് കേട്ടോ ഇത്. കണ്ടോ, ഇത് ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി ഓൾറെഡി. ഇനി ആ സമയത്ത് അലർജി ഒന്നും വരണ്ടല്ലോ എന്നോർത്തിട്ട് ഓൾറെഡി ചെയ്ത് നോക്കി. അപ്പോൾ നല്ലതായിരുന്നു. പിന്നെ എല്ലാത്തിൻ്റെയും 2 പാക്കറ്റ്സ് വീതം ഞാൻ നേരത്തെ വാങ്ങിച്ചു. എന്നിട്ട് ഓരോന്ന് യൂസ് ചെയ്ത് നോക്കി. ഓക്കെ, ഈവൻ ബോഡി വാഷ് ആണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്ത് നോക്കി കേട്ടോ. കാരണം ആസ് എ ന്യൂ പ്രോഡക്റ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങാനും അലർജി ആയിക്കഴിഞ്ഞാൽ ആ സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. വേറെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് പ്രത്യേകിച്ചും നമ്മൾ തന്നെ എല്ലാം മാനേജ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഇത് നല്ലൊരു മസാജിങ് ഓയിലാണ്. ബോഡി മസാജ് റിലാക്സിങ് ഓയിലാണ്. നല്ലതാണ് കേട്ടോ, നല്ല മണമാണ്. എല്ലാം കൊണ്ട് നല്ലതാണ്. ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത് സാൻഡൽവുഡ് ഓയിലുണ്ട്, പിന്നെ സെഡാർവുഡ് ഓയിൽ, അനീസ് ഓയിൽ, പിന്നെ എന്തോ ഒരു യാങ് ഓയിൽ, ഓറഞ്ച് ഓയിൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസിൽ സൺഫ്ലവർ ഓയിലും സീസയും, ക്യാരറ്റ്, പിന്നെ കാൻഡുല, ആമണ്ട്, ഓറഞ്ച്, അനീസ്, സെഡാർവുഡ്, ലാവൻഡർ, ഗ്രേപ്പ് സീഡ്, യാങ്, സാൻഡൽ ഓയിൽ, പിന്നെ അപ്രൂവ്ഡ് കളേഴ്സും പെർഫ്യൂംസും ആഡഡ് ആണ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. നല്ലതാണ് കേട്ടോ ഇത് യൂസ് ചെയ്യാൻ. അപ്പം ഇത്
ബോക്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, ലീക്ക് അടിക്കണ്ടല്ലോ. അത് കൊണ്ടിട്ട് പിന്നെ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെച്ചിരിക്കുന്നത് ചെരുപ്പാണ്. അവിടെ പോകുമ്പോൾ ഇടാൻ നമ്മൾ ചെരുപ്പ് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെരുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ന്യൂ ചപ്പൽസ്. ദെൻ നമുക്ക് വേണ്ടത് ഫേസ് വാഷ് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഇങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. പിന്നെ വേറൊരു കിറ്റും കൂടി ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇത് ബ്രസ്റ്റ് പമ്പാണ് വരുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ കൂടി ഓർഡർ ചെയ്ത, ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇത് ഞാൻ വാഷ് ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വാട്ടർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എടുത്ത് നന്നായി എന്തായാലും ഇത് ഓൾറെഡി ഡ്രൈ ആക്കി എടുത്തതാണ്. പക്ഷേ ഇതിൽ വാട്ടർ എങ്ങനെയോ ട്രാപ്ഡായി. പിന്നെ കുഞ്ഞിന് വേണ്ട ബോട്ടിൽ, PGൻ്റെ ഒരു ബോട്ടിൽ, ചില്ലിൻ്റെ ബോട്ടിലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ബാക്കി പാർട്സും എല്ലാം ഉള്ളിലുണ്ട്. ചാർജർ വയർ ഉള്ളിലുണ്ട്, നമ്മുടെ ബ്രസ്റ്റ് പമ്പിൻ്റെ. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ പാക്ക് ചെയ്തെടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ വേറൊരു സ്വാഡിൽ വരുന്നുണ്ട് ഇവിടെ. ഇതിങ്ങനെ സിബ് വരുന്ന ടൈപ്പാണ് കേട്ടോ, ഫുൾ കവേർഡാണ്. കൈയിൻ്റെ പോർഷനും കാലിൻ്റെ പോർഷനും ഉണ്ടാവില്ല ഇതിൻ്റെ അകത്ത്, ഫുൾ ഉള്ളിലായിരിക്കും. ഉള്ളിൽ വെച്ചിട്ട് സിബ് ചെയ്ത് വെക്കാൻ പറ്റും, അങ്ങനത്തെയാണ്. പിന്നെ കുഞ്ഞ് വേറൊരു ഉടുപ്പുണ്ട്. ഇത്ര ഐറ്റംസ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇനിയും ഉണ്ട് ഐറ്റംസ്. ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലത്തെ സിബിലേക്ക് എടുത്തു വെച്ചു. ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മുടെ സ്കിൻ കെയറിന് പറ്റിയ എന്താ പറയുക, ഹാൻഡ് വാഷാണ് ഫസ്റ്റ് വരുന്നത്. അത് ഡെറ്റോളിൻ്റെ ഹാൻഡ് വാഷ്. ദെൻ ജോൺസൺ വിറ്റ റിച്ചിൻ്റെ സ്പെഷ്യൽ ഓഫറിൽ കിട്ടിയതാണ്. 2 പാക്കറ്റ് വാങ്ങിച്ചു. സോ വണ്ണ് ഞാൻ ഉപയോഗിച്ചു. 1 വിറ്റ റിച്ചിൻ്റെ ഇതുപോലെ പൊമഗ്രാനൈറ്റിൻ്റെയാണ് ഇത് വന്നിട്ടുള്ള ബോഡി വാഷാണ്, നല്ലതാണ്, കുഴപ്പമില്ല. പിന്നെ ഓൾറെഡി ഫേസ് വാഷ് കാണിച്ചല്ലോ ഹിമാലയയുടെ. പിന്നെ കുഞ്ഞിൻ്റെ ഹിമാലയയുടെ തന്നെ ജെൻറ്റിൽ ബേബി ഷാംപൂ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ നോസിലൊക്കെയുള്ള നേസൽ ആസ്പിറേറ്റർ ഇത് വാങ്ങിച്ചിട്ടുണ്ട്, ഇത് പൊട്ടിച്ചിട്ടില്ല. ബേബി ലോഷൻ. ദെൻ നമുക്ക് മേടിച്ചിട്ടുള്ളത് നുനു ബേബി ഓയിലാണ് കേട്ടോ. ഇതും ആവശ്യമുണ്ട്, കുഞ്ഞിനും ബേബി ഓയിൽ ആവശ്യമുണ്ട്. പിന്നെ അവർ പറഞ്ഞിട്ടുള്ള കോമ്പ്, പിന്നെ നമ്മുടെ വെറ്റ് വൈപ്സ് ആവശ്യമുണ്ട്. കാരണം കുട്ടിയെ രാവിലെ വൈകിട്ടും കൊണ്ടുപോകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ വൈപ്പ് ചെയ്താണ് ആക്ച്വലി തരുന്നത്, കുളിപ്പിക്കാനാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട്. മെയിൻലി വൈപ്പിംഗ് ആണ് നടക്കുക. അപ്പോൾ അതിനുവേണ്ടി സെബാമെൻറ്റിൻ്റെ ഈ ഒരു വൈപ്സ് നമ്മൾ കൊടുക്കണം അവർക്ക്. പിന്നെ കോസ്മോയുടെ ഒരു ലിപ് ബാം ഞാൻ എടുത്തിട്ടുണ്ട്. ന്യൂ വേണമല്ലോ, എല്ലാം ന്യൂ ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് ന്യൂ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് ഞാനിപ്പോൾ മെയിനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇരുന്നിട്ട് നമുക്ക് ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ലോഡ് ഐറ്റംസ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി റീപാക്ക് ചെയ്യണം ഓരോ ഡേയ്സിൻ്റേതായിട്ട്. എങ്ങാനും NICUലൊക്കെ കിടത്തേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ബാക്കപ്പ് പ്ലാൻ വേണമല്ലോ. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ, വേറൊന്നും കൊണ്ടുമല്ല. പിന്നെ എന്താണ് മൊത്തത്തിലുള്ള എമൗണ്ടൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡെലിവറിക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ കൺസൾട്ടേഷൻ വരുമല്ലോ. കൺസൾട്ടേഷൻ വരുന്നത് പ്രതീക്ഷിക്കാത്ത കൂടുതൽ ചിലപ്പോൾ വരാം. ഈ ഡയബറ്റീസ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ കൂടുതൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഡ്രിപ്പ്, ഓക്സിജൻ അങ്ങനത്തെ എല്ലാം വരുന്നതാണ്. അപ്പോൾ എപ്പോഴും ഇൻഷുറൻസ് ഉള്ളതാണ് നല്ലത് പാക്കേജ് എടുക്കുന്നതിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സ്കാനിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ടാണ്. 500, 300, പിന്നെ 700 ഈ റേഞ്ചിലൊക്കെയാണ് ഓരോ സ്കാനും വരുന്നത്. അപ്പോൾ അതിനൊക്കെ എമൗണ്ട് ആവുന്നത് കൊണ്ട് എപ്പോഴും നല്ലൊരു അടിപൊളി ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അങ്ങനെ എടുത്തത് കൊണ്ട് മാത്രമാണ് സർവൈവ് ചെയ്തത്. അല്ലെങ്കിൽ മെഡിക്കൽ കേസസിനും പിന്നെ മെഡിസിനും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പൈസ വരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് പൈസ പോകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ എന്തായാലും ഹസ്ബൻഡിനെ കയറ്റും. ഹസ്ബൻഡിന് മെൻ്റലി ഓക്കെയാണ്, പ്രിപ്പയർഡ് ആണ് എന്നുണ്ടെങ്കിൽ കയറ്റും എന്തായാലും. അപ്പോൾ
വേറൊരു ബൈസ്റ്റാൻഡറിൻ്റെ ആവശ്യം തന്നെ ഇല്ല ഇവിടെ. പിന്നെ ലേബർ റൂമിലേക്ക് മാത്രമാണ് കുട്ടിയെ കൊണ്ടുപോകാത്തത്. ബാക്കി ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലൊക്കെ കുട്ടിയെ വയ്ക്കാം. ആ ഒരു 1 hour ഒക്കെ ഇഷ്യൂ ഉള്ളൂ. ബാക്കി എല്ലാ ടൈമും കുട്ടിയെ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പൊതുവായിട്ട് ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ പാക്കിങ്ങുമായിട്ട് ഞാൻ നിൽക്കട്ടെ. വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.